ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓയിൽ ആൻഡ് ഗ്യാസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്ന 100% ആൾക്കാരുകളും ഫ്രഷേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് പഠിക്കേണ്ടത്, പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റിഗിൽ ജോലി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആൻസർ പറഞ്ഞ് എല്ലാവരോടും പറയുന്നുണ്ട്, പല വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോഴും എല്ലാവരുടെയും ഡൗട്ടിനെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിക്കേണ്ടത് ആരൊക്കെയാണ്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി ഫീൽഡായിട്ടുള്ള ആൾക്കാർ പഠിച്ചു കഴിഞ്ഞാലാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിന് യൂസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ വല്ല ജോലി കിട്ടുമായിരിക്കും. ബട്ട് നിങ്ങളുടെ ലൈഫിന് ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ എൻജിനീയറോ, അല്ലെങ്കിൽ അതിന് വേറെ രീതിയിലേക്ക് പറയുകയാണെങ്കിൽ ഒരു ITIയോ അങ്ങനത്തെ വല്ല കോഴ്സുകൾ പഠിച്ച ആൾക്കാർക്കാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള, അല്ലെങ്കിൽ ജോലി ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഗ്രോത്ത് ഉണ്ടാവേണ്ടത്. നമുക്കൊരിക്കലും നമ്മൾ ജോലിക്ക് ഒരു 10,000 അല്ലെങ്കിൽ 20,000 ജോലിക്ക് കയറിയാൽ മാത്രം പോരല്ലോ, അതിന് ഗ്രോത്ത് വേണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒപ്പം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഡിഗ്രി പഠിച്ചിട്ട് അവൻ്റെ റിലേറ്റീവ്സ് ആരോ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലുണ്ടായിരുന്നു. ബട്ട് അവൻ വന്നിട്ട് NTTയിലെ തന്നെ നമ്മൾ വെൽഡിങ് ഇൻസ്പെക്ടറിൻ്റെ CSIP എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവന് ഒരു സബ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ മാത്രമാണ് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിയിലും വലിയൊരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ ഡിഗ്രിയാണ് ഫസ്റ്റ് ചോദിക്കുക. അതിനുശേഷമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫീൽഡ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്ത് കോഴ്സ് തന്നെയാവട്ടെ, മെയിൻലി 10th or 12th പഠിച്ചിട്ടുള്ള ആൾക്കാരുകൾ, അതിന് മേലേക്കുള്ള കോഴ്സുകൾ BA പഠിച്ചിട്ടുള്ളവരായിരിക്കാം, BCA പഠിച്ചിട്ടുള്ളവരായിരിക്കാം, എന്ത് തന്നെ ഡിഗ്രി കോഴ്സുകളായിക്കോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ നിങ്ങളൊരു 60,000 40,000 പൈസ കൊണ്ട് കളയാതിരിക്കാൻ ശ്രമിക്കുക. കുറവാണ്. എന്താ കാരണം, നിങ്ങളുടെ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും അല്ലെങ്കിൽ ഏതൊരു കമ്പനി ആയാലും ഫസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആണോ എന്നാണ് നോക്കുക. അതിനുശേഷമാണ് ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഡിഗ്രി പഠിച്ചിട്ട് നിങ്ങൾ കുറേ പേര് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്ലോമ എടുക്കുക. അതിനുശേഷം നെബോഷൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ തന്നെ ഒരു മേഖലയാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള എന്താ പറയുക സാലറി കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. എല്ലാവരും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൻ്റെ കോഴ്സ് പഠിച്ചാൽ മാത്രമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ എത്തുള്ളൂ എന്നുള്ള ഒരു തെറ്റായ ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കമ്പനിയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷറായിട്ട് ചിലപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകരിക്കേക്കാം. എപ്പോഴും ഇല്ല കേട്ടോ, ഇത് ഞാൻ പറയുന്നത് റയർ കണ്ടീഷൻസ് ആണ് പറയുന്നത്. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റഡുള്ള റിഫൈനറിയിൽ ജോലി വാങ്ങിച്ചു തരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉപകാരമുണ്ട്. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നിങ്ങൾക്ക് NTT Level 2 ANCT Level 2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു QC ആയിട്ട് മാറാൻ സാധിക്കും. ബട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. മീൻസ് ഉണ്ടെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ BTech ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് QC ഇൻസ്പെക്ടറായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു NTT ടെക്നീഷ്യനായിട്ട് മാറാൻ സാധിക്കും. NTT ടെക്നീഷ്യന് 12th ആണ് മെയിൻലി അവരൊരു ക്രൈറ്റീരിയ കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്കൊരു മിനിമം സാലറിയിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഒരു ടെക്നിക്കൽ ലെവലിൽ പോകാനാണ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് NCT Level 2 എടുക്കാം. അല്ലാതെ നിങ്ങൾ കുറേ കോഴ്സൊന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ആണുള്ളത്. ഡിഗ്രി ആൾക്കാരാണ് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാറ്, അവർ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട്,
ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് പണ്ട് +2 കഴിഞ്ഞവരൊക്കെയാണ് കൂടുതലായിട്ട് പോകേണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സേഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം 1.25 ലക്ഷം 2 ലക്ഷമൊക്കെ സാലറി ഗൾഫിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് പോകുന്ന ആൾക്കാരാണ് സേഫ്റ്റിയിലുള്ള ആൾക്കാർ. ഈ എഞ്ചിനീയറെ പോലെ തന്നെ വേറൊരു മേഖലയാണ് സേഫ്റ്റി. ഗൾഫിലൊക്കെ പറഞ്ഞാൽ വളരെയധികം സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഒരു പറയുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി അറിയില്ല, 10 പേർക്ക് ഒരു സേഫ്റ്റി എന്നൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവായിരിക്കും, ബട്ട് എൻ്റെ നോളജിൽ അങ്ങനെയാണ്. അപ്പോൾ അത്രയും സേഫ്റ്റി ഒരു സൈറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30-40 സേഫ്റ്റികൾ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. സേഫ്റ്റി ഉണ്ടായാൽ തന്നെയാണ് അവിടെ പെർമിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രമല്ല, നിങ്ങൾ ഇതിനെ ഫീൽഡിൽ പരിചയമുള്ള ആൾക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നല്ല പോയി ചോദിക്കേണ്ടത്, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വേറെ വ്യക്തികളൊക്കെ ഉണ്ടാവില്ലേ, അവരോടൊന്ന് പോയി ചോദിച്ചു നോക്കുക സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നും. സാലറി, നിങ്ങളെല്ലാവരും ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് സാലറി കൊണ്ടാണെന്ന് എനിക്കറിയാം. ബട്ട് ആ സാലറിയുടെ കാര്യം കൊണ്ടൊന്ന് ചോദിച്ചു നോക്കുക. നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോളജ് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും സേഫ്റ്റിയുടെ സൈഡ് അധികം വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.